നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ വീട്ടിൽ പല വിധത്തിലുള്ള ക്രീമുകളും ക്ലെൻസറുകളും അതുപോലെ ടോണറും ഒക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാകും. അത്തരത്തിൽ ഇന്ന് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ഹോം മെയ്ഡ് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം. മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. വെളിച്ചെണ്ണയാണ് ആദ്യം വേണ്ടത്. ചർമ്മം ഈർപ്പമുള്ളതാകാനും ചർമ്മത്തെ സോഫ്റ്റ് ആകാനും വെളിച്ചെണ്ണ സഹായിക്കും. ഇനി വേണ്ടത് റോസ് വാട്ടർ ആണ്. ചർമ്മത്തിന്റെ ചുവപ്പ് മാറാനും നല്ല നിറം വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നു. ഇതിനകത്തുള്ള ആന്റി ബാക്ടീരിയൽ കണ്ടന്റ് ആക്നെ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അടുത്തതായിട്ട് കറ്റാർ ജെല്ലാണ് വേണ്ടത്. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും ഡ്രൈ സ്കിന്നിനും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വേണ്ടത് ഗ്ലിസറിൻ ആണ്. ചർമ്മത്തിന് നവോന്മേഷം ലഭിക്കാൻ ഇത് നല്ലതാണ്. അതുപോലെ സ്കിന്നിനെ ഈർപ്പമുള്ളതാക്കാനും സോഫ്റ്റ് ആക്കാനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അടുത്തതായി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. ഇതിനകത്തുനിന്ന് ഓയിൽ എടുക്കണം. ചർമ്മത്തിന് പോഷക ഗുണങ്ങൾ നൽകുകയും അതുപോലെ ഈർപ്പമുള്ളതാക്കുകയും ചെയ്യുന്നതിന് ഇത് സഹായിക്കും. ആരോഗ്യമുള്ള ചർമ്മത്തിനും ഇത് നല്ലതാണ്. ഇനി ഇതെല്ലാം യോജിപ്പിക്കുന്നതിനായിട്ട് 1 ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 1 ടീസ്പൂൺ റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നിന്ന് ഓയിൽ പൊട്ടിച്ചെടുക്കണം. 1 ക്യാപ്സ്യൂളാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ആണ്. 1/2 ടീസ്പൂൺ ഗ്ലിസറിനും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ക്രീം രൂപം കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല തിക്കായിട്ട് ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക എന്ന് ഒന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക. ഇത് മുഖത്ത് ഇതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം എങ്ങനെയാണോ തേച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മുഖത്തെ എല്ലാ ഭാഗത്തുമായിട്ട് പിടിപ്പിക്കുക. നല്ലൊരു തണുപ്പാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ സാധാരണ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കും പോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല ഗ്ലോ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല ഇതിന്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ മാറാനും ഇത് സഹായിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.